നാട്ടുവർത്തമാനത്തിലെ വാർത്തകൾ വിശദമായി നോക്കാം. വയനാട് ഇരുളം മൂന്നാനക്കുഴി മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകളെ കുങ്കി ആനകളെ ഉപയോഗിച്ച് ഉൾക്കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമം തുടങ്ങി. മരിയനാട്ടെ എസ്റ്റേറ്റിൽ 6 ആനകളടങ്ങുന്ന സംഘമാണ് തമ്പടിച്ചിരിക്കുന്നത്. മുത്തങ്ങയിൽ നിന്നും ഉള്ള ഉണ്ണികൃഷ്ണൻ, കുഞ്ചു എന്നീ കുങ്കിയാനകളെ കാട്ടാനകളെ തുരത്താൻ വനംവകുപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ചേതലയം ഫോറസ്റ്റ് റേഞ്ച് പരിധിയിലുള്ള ജനവാസ പ്രദേശങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. ഇതോടെയാണ് കുങ്കിയാനകളെ ഇറക്കാൻ വനംവകുപ്പ് തീരുമാനിച്ചത്. മുത്തങ്ങയിൽ നിന്നുള്ള 2 കൊമ്പന്മാരെയാണ് ഇതിനായി നിയോഗിക്കുന്നത്. രാത്രി കൂട്ടത്തോടെ ഇറങ്ങുന്ന ആനകൾ വലിയ കൃഷിനാശമാണ് വരുത്തുന്നത്. ഇവിടെ എല്ലാ ദിവസവും ആന ഇറങ്ങാറുണ്ട്. പറമ്പിൽ കയറി കഴിഞ്ഞിട്ടുണ്ട് കവുങ്ങ്, തെങ്ങ്, വാഴ എല്ലാ സാധനവും നശിപ്പിച്ചിട്ടാണ് ഇത് പോകാറുള്ളത്. പിന്നെ മഴയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നാൽ തന്നെ അറിയില്ല. ഭയങ്കരമായിട്ട് കവുങ്ങും എല്ലാം കളഞ്ഞിട്ട് ഇതിപ്പോൾ 3 ദിവസം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഞാനെ തിരിച്ചു വരുമോ എന്നുള്ളത് പറയാൻ പറ്റിയില്ല. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന തോട്ടങ്ങളും ജനവാസ കേന്ദ്രങ്ങളുമാണ് ആനകളുടെ വിഹാര കേന്ദ്രം. തൃശൂരിൽ ഇതേ രീതിയിൽ കുങ്കിയാനകളെ ഉപയോഗിച്ച് കാട്ടാനകളെ തുരത്തിയിരുന്നു. ന്യൂസ് 18 വയനാട്. അട്ടപ്പാടിയിൽ ഒറ്റപ്പെട്ട ആനക്കുട്ടിയെ കാട്ടാനിക്കൂട്ടം തിരികെ കൊണ്ടുപോയി. 1 വയസ്സ് പ്രായം തോന്നിക്കുന്ന ആനക്കുട്ടിയെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് രാവിലെ കണ്ടെത്തിയത്. പിന്നാലെ വനപാലക സംഘം സ്ഥലത്തെത്തി ആനക്കുട്ടിയെ തിരികെ വനത്തിലേക്ക് അയക്കാനുള്ള ശ്രമം തുടങ്ങി. വെള്ളം നനച്ച് തണുപ്പിച്ച് ഉദ്യോഗസ്ഥർ വനാതിർത്തിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ആനക്കൂട്ടത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയതോടെ വനപാലകർ പിൻവാങ്ങി. 2 മണിയോടെ ആനക്കൂട്ടം കുട്ടിയെ കൂടെ കൂട്ടുകയായിരുന്നുവെന്ന് റേഞ്ച് ഓഫീസർ അറിയിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് തെരുവുനായ് ശല്യം വീണ്ടും ചർച്ചയാവുകയാണ്. കഴിഞ്ഞ 10 ദിവസത്തിനിടെ എറണാകുളം ജില്ലയിൽ മാത്രം നായുടെ കടിയേറ്റ് ചികിത്സ തേടിയത് 586 പേരാണ്. പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ ആരും തെരുവുനായകളുടെ ഇരയാകുന്ന അവസ്ഥയാണ് കൊച്ചി നഗരത്തിൽ ഉള്ളത് എന്നാണ് നാട്ടുകാരുടെ പരാതി. പിള്ളേർക്കൊന്നും സ്കൂളിൽ നേരെ വരാൻ പറ്റുന്നില്ല. രാവിലെ ട്യൂഷന് പോകുന്ന പിള്ളേർക്ക് കടിയേറ്റിട്ടുണ്ട്. വൈകിട്ട് തന്നെ പിള്ളേർക്ക് കടിയേറ്റിട്ടുണ്ട്. ഒരു 3-4 ചേച്ചിമാരും കടിയേറ്റിട്ട് ഓടിയിട്ടുണ്ട്. വളരെ രൂക്ഷമാണ്. ഇത് എന്തെങ്കിലും ഒരു പ്രതിവിധി ചെയ്യണം. വെളുപ്പിന് ഇവിടെ നടക്കാൻ വരും ആൾക്കാർ. അവർ പേടിച്ചാൽ നടന്നു പോകണം. കാരണം ഇത് പറയാൻ പറ്റില്ല എവിടെ നിന്ന് ഓടി വന്ന് അറ്റാക്ക് ചെയ്യണമെന്ന്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യനൊരു വില കൊടുക്കുക. തെരുവ് നായ്ക്കളുടെ അനിയന്ത്രിതമായ വളർച്ചയിൽ പൊറുതിമുട്ടിയ കൊച്ചിക്കാരുടെ വാക്കുകളാണിത്. 70% നായ്ക്കളെയെങ്കിലും വന്ധ്യംകരിച്ചാൽ അടുത്ത 3 വർഷം കൊണ്ട് നായ്ക്കളുടെ ജനന നിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ. പക്ഷേ ഈ പ്രവർത്തികൾ കാര്യക്ഷമതയോടും മുടക്കമില്ലാതെയും നടപ്പിലാക്കണമെങ്കിൽ കൃത്യമായ സംവിധാനങ്ങളും സൗകര്യങ്ങളുമാണ് ആദ്യം വേണ്ടത്. റോഡുകളിൽ മാലിന്യം തള്ളുന്നത് ഒഴിവാക്കിയാൽ ഒരു പരിധിവരെ തെരുവ് നായ്ക്കളുടെ ശല്യം കുറയ്ക്കാൻ കഴിയുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത്, അതായത് കംപ്ലീറ്റ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. അതാണ് അതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ ഡോഗ് വേണം, ഒരു നായ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും നായക്ക് വേണ്ട ഭക്ഷണം ഇവിടെ ഉണ്ടാവണം, അല്ലേ? അല്ലാണ്ട് ഒരിക്കലും ആ പ്രദേശത്ത് നായ ഉണ്ടാവില്ല. തെരുവ് നായ ശല്യം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി കൃത്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ NSK ഉമേഷ് ന്യൂസ് 18നോട് പറഞ്ഞു. ഈ ABC സെൻറ്റേഴ്സ് ആരംഭിക്കുന്ന കാര്യത്തിൽ ജില്ലാ പഞ്ചായത്തുടെ ലീഡർഷിപ്പിൽ പിന്നെ ഞാനും ഒരു മീറ്റിംഗ് ഇപ്പോൾ ഉടനെ എടുക്കുന്നുണ്ട്. ഈ സംഭവം സംഭവിച്ചതിന് ശേഷം ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ തെരുവ് നായ്കൾ കാര്യത്തിൽ ഒരു ക്ലിയർ ആയിട്ട് ഒരു ആക്ഷൻ പ്ലാനോട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും. തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണാത്തിടത്തോളം കാലം ഇവയെ നമ്മൾ പേടിക്കുക തന്നെ വേണം. ക്യാമറാമാൻ SA നിതിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. തെരുവുനായ ആക്രമണ ഭീതിയിൽ ആണ് കാസർഗോഡ്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ തെരുവുനായ്ക്കളുടെ ആക്രമണം പതിവാണ്. ജില്ലയിൽ ഒരിടത്തും ABC കേന്ദ്രങ്ങൾ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. കാസർഗോഡ് ഒരു മാസത്തിനിടെ 189 പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. ഈ വർഷം അത് 3502 പേർക്ക്. ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ പ്രധാന ഇടങ്ങളെല്ലാം തെരുവുനായ്ക്കൾ കൈയടക്കി കഴിഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം 6 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നേരെ തെരുവുനായയുടെ ആക്രമണമുണ്ടായി. രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോഴാണ് പലരും ആക്രമണത്തിന് ഇരയായത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ഫുട്പാത്തിലൂടെ നടന്നുപോകുകയായിരുന്ന തമിഴ്നാട് സ്വദേശിയും ആക്രമണത്തിന് ഇരയായി. തെരുവുനായ്ക്കളുടെ ഭീഷണി ഏറി വരുമ്പോഴും ജില്ലയിൽ ഒരിടത്തും ABC കേന്ദ്രങ്ങൾ തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ പുതിയൊരു സെൻറ്റർ, കാരണം നമ്മളെ ത്രിതല പഞ്ചായത്തുകളുടെ സഹായത്തോടു കൂടി പിന്നെ ഇവിടെ മുളിയാറ് നമുക്കൊരു മൃഗസംരക്ഷണ വകുപ്പിൻ്റെ സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നമ്മൾ ഒരു 1 കോടി രൂപയുടെ ചിലവിൽ വരുന്നൊരു കെട്ടിടം പണിയുന്നുണ്ട്. അവിടെ കൂടും അടക്കം ഒരു 60 പട്ടികളെ ഒരേ സമയത്ത്
അവിടെ പാർപ്പിക്കാൻ വേണ്ടി കഴിയും. 60 കൂടും കൂടെ സെറ്റ് ചെയ്ത് അവിടെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. മൂളിയാർ പഞ്ചായത്തിൽ മാത്രമാണ് ABC കേന്ദ്രം നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. 1.5 കോടി രൂപ ചെലവിട്ടാണ് പദ്ധതി. 2 മാസത്തിനകം പ്രവർത്തനം തുടങ്ങാനാണ് ആലോചന. 100-ലേറെ കൂടുകളാണ് ഇവിടെ ഒരുക്കുക. ന്യൂസ് 18 കാസർഗോഡ്. തൃശൂർ, ചേർപ്പ്, വല്ലച്ചിറ, ഊരകം പ്രദേശങ്ങളിൽ തെരുവുനായ ആക്രമണം വിദ്യാർത്ഥികൾ അടക്കം നിരവധി പേർക്കാണ് പരിക്ക് ഏറ്റത്. ആക്രമണത്തിൽ പരിക്കേറ്റ 9 പേർ ചേർപ്പ് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് ഇവരെ കൊണ്ടുപോയി. അതേസമയം ആക്രമിച്ച നായയെ ഊരകത്ത് വാഹനമിടിച്ച് ചത്ത നിലയിൽ കണ്ടെത്തി. നായയെ വെറ്റിനറി ഡോക്ടറുടെ നേതൃത്വത്തിൽ മണ്ണുത്തി വെറ്റിനറി കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. ഇടുക്കി ഖജനാപ്പാറയിൽ കെട്ടിട നിർമ്മാണത്തെ ചൊല്ലി CPM കോൺഗ്രസ് സംഘർഷം. കോൺഗ്രസ് പ്രവർത്തകനായ മുരുകന്റെ വീട് പണിയുന്നത് CPM പ്രാദേശിക ഘടകം തടസ്സപ്പെടുത്തിയിരുന്നു. ഇടതുമുന്നണി ഭരിക്കുന്ന പഞ്ചായത്തിൽ നിന്നും മുരുകന് പെർമിറ്റ് അനുവദിച്ചതാണ്. രാഷ്ട്രീയ പകപോക്കലാണ് നടന്നതെന്ന് ആരോപിച്ച് മുരുകനും കുടുംബവും കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു. ഇന്ന് കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്തെത്തി മുരുകന് പിന്തുണ പണി പുനരാരംഭിച്ചു. ഈ സമയം CPM രാജാക്കാട് ഏരിയ കമ്മിറ്റി അംഗമായ P. രവിയുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തി ആക്രമണം നടത്തുകയായിരുന്നു എന്നാണ് പരാതി. ചർച്ചയ്ക്ക് പോയി തിരുവനന്തപുരം വർക്കലയിൽ പരാതി അന്വേഷിക്കാനെത്തിയ പോലീസുകാരനെ ആക്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. വെട്ടൂർ സ്വദേശി അഖിൽ, ബിനു എന്നിവരാണ് പിടിയിലായത്. വെട്ടൂർ സാമൂഹ്യവിരുദ്ധ ശല്യമെന്ന പരാതി ലഭിച്ചതിനെ തുടർന്ന് അന്വേഷണത്തിനെത്തിയ പോലീസ് സംഘത്തിന് നേരെയാണ് പ്രതികൾ ആക്രമണം നടത്തിയത്. വർക്കല പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനായ നിജിമോനാണ് മർദ്ദനമേറ്റത്. ആശങ്ക ഉയർത്തി എറണാകുളം ജില്ലയിൽ ഡെങ്കിപ്പനി പടരുന്നു. ഈ മാസം ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 8ആയി. ഡെങ്കിപ്പനി വ്യാപകമായി ഈ മേഖലയിൽ പടരുന്നു. പ്രതിരോധ നടപടികൾ ഊർജിതമാക്കിയതായി ജില്ലാ കലക്ടർ NSK ഉമേഷ് ന്യൂസ് 18നോട് പറഞ്ഞു. ഡെങ്കിപ്പനി ബാധിക്കുന്നവരുടെയും നിരീക്ഷണത്തിലുള്ളവരുടെയും എണ്ണത്തിൽ വൻ വർധനവാണുണ്ടായത്. നിലവിൽ 197 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. 489 പേർ നിരീക്ഷണത്തിലുണ്ട്. തൃക്കാക്കര, തൃപ്പൂണിത്തുറ, ആലുവ, കളമശ്ശേരി, പെരുമ്പാവൂർ, ചൂർണിക്കര, വാഴക്കുളം, മൂക്കന്നൂർ എന്നിവിടങ്ങളിലാണ് ഡെങ്കിപ്പനി വ്യാപനം രൂക്ഷമാകുന്നത്. മാലിന്യം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങളോട് നിർദ്ദേശം നൽകിയെന്നും ജില്ലാ കളക്ടർ. സ്റ്റാഗ്നന്റ് വാട്ടർ, വെള്ളം കെട്ടിക്കിടക്കുന്നതാണ് മെയിൻ സോഴ്സ് ഓഫ് ഈ പകർച്ച. സോ അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളും സോഴ്സ് എലിമിനേറ്റ് ചെയ്യലാണ് നമ്മുടെ ഒരു വലിയ ഉദ്ദേശം. നിർദ്ദേശം കൊടുത്തിരുന്നു എല്ലാ മുനിസിപ്പാലിറ്റീസും എല്ലാ പഞ്ചായത്സും അവരുടെ ലെവലിൽ ഒരു മീറ്റിംഗ് വിളിച്ച്, റെസിഡൻസ് അസോസിയേഷൻ അവിടെ ലോക്കലി ഉള്ള ആളുകളെ വെച്ചിട്ട് ഒരു മീറ്റിംഗ് വിളിച്ച് അവരുടെ, ഫോർ എക്സാമ്പിൾ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു ടെറസിൽ വെള്ളം കെട്ടിക്കിടന്നത് കൊണ്ടാണ് കേസസ് അവിടെ വന്നത്. സോ അതുപോലെ സോഴ്സ് എലിമിനേഷൻ ചെയ്യണം. ഇടവിട്ട് പെയ്യുന്ന മഴയിൽ വെള്ളം കെട്ടിനിൽക്കുന്നതാണ് ഡെങ്കിപ്പനി പരത്തുന്ന ഈഡിസ് കൊതുകുകൾ പെരുകാൻ കാരണം. തുറസായ സ്ഥലങ്ങളിൽ കെട്ടിക്കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ തങ്ങി നിൽക്കുന്ന വെള്ളം കൊതുകുകൾക്ക് വളരാൻ പറ്റിയ ഇടമാണ്. ഈ സാഹചര്യം ഒഴിവാക്കണം. വേസ്റ്റ് ഡംസ്, നമ്മുടെ റോഡ് സൈഡ് വേസ്റ്റ് ഡംസ് അടിയന്തരമായിട്ട് അത് ക്ലീൻ ചെയ്തുകൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്താലും അഗൈൻ വരണം. അതിൻ്റെ ഒരു വർക്ക്സും നമ്മൾ വളരെ സജ്ജമാക്കണം എന്നാണ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രതിരോധ മരുന്നുകൾ ആവശ്യമായത് ഉണ്ട് ഇവിടെ ജില്ലയിൽ. പിന്നെ ജനങ്ങളോട് പറയാനുള്ളത്, ഫീവർ വന്നാൽ ഉടനെ അടിയന്തരമായിട്ട് അടുത്തുള്ള PHCയിൽ, ബിക്കോസ് സിംറ്റംസ് ചിലപ്പോൾ ഇൻറ്റൻസിഫൈ കൂടുമ്പോഴാണ് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. പെട്ടെന്നുണ്ടാകുന്ന തീവ്രമായ പനി, കടുത്ത തലവേദന, കണ്ണുകൾക്ക് പിന്നിലും പേശികളിലും സന്ധികളിലും വേദന, നെഞ്ചിലും മുഖത്തും ചുവന്ന തടിപ്പുകൾ, ഛർദി എന്നിവയാണ് തുടക്കത്തിൽ കാണുന്ന ലക്ഷണങ്ങൾ. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ ആരോഗ്യ പ്രവർത്തകരെ വിവരം അറിയിക്കണമെന്നും കളക്ടർ വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. പാലക്കാട് പട്ടിത്തറയിൽ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുഞ്ഞ് മരിച്ചു. തലക്കശ്ശേരി ചെന്നക്കോട്ടിൽ രാജേഷ്, രമ്യ ദമ്പതികളുടെ 7 മാസം പ്രായമായ മകൾ അൻവികയാണ് മരിച്ചത്. വയറുവേദനയും ഛർദിയുമായി ചൊവ്വാഴ്ച കുഞ്ഞിനെ തൃത്താലയിൽ ചികിത്സയ്ക്ക് വിധേയമാക്കിയിരുന്നു. തുടർന്ന് രാത്രിയോടെ അസുഖം മൂർച്ഛിക്കുകയും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
താമരശ്ശേരിയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരുന്ന ദമ്പതികളിൽ യുവതിയും മരിച്ചു. വിഷ്ണുപ്രിയയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. കോരങ്ങാട് വട്ടക്കുരു യൂണിറ്റ് ഡിവൈഎഫ്ഐ സെക്രട്ടറി അഖിൽ കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. ഇരുവരും യാത്ര ചെയ്യവെയാണ് വാഹനം അപകടത്തിൽപ്പെട്ടത്. കോട്ടയം ചേനപ്പാടിക്ക് പിന്നാലെ നെടുങ്കുന്നം കുറുകച്ചാൽ മേഖലയിലും ഭൂമിക്ക് അടിയിൽ മുഴക്കം. ചൊവ്വാഴ്ച രാത്രിയോടെയാണ് സംഭവം ഉണ്ടായത്. ചേനപ്പാടിയിൽ ഒരാഴ്ച മുമ്പും സമാനമായ സംഭവം അരങ്ങേറിയിരുന്നു. ജില്ലയിൽ ഇത് രണ്ടാം സ്ഥലത്താണ് സമാനമായ രീതിയിൽ ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കവും പ്രകമ്പനവും അനുഭവപ്പെട്ടത്. കറുകച്ചാൽ, നെടുങ്കുന്നം, മാന്തുരുത്തി, പുതുപ്പള്ളിപ്പടവ്, മുഴുവൻകുഴി, നിലംപൊടിഞ്ഞ ഭാഗങ്ങളിലാണ് ഉഗ്രശബ്ദത്തോടെ മുഴക്കമുണ്ടായത്. രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. വെളിയിൽ നിൽക്കുന്ന സമയത്ത് വലിയൊരു ഇടിമുഴക്കം പോലെയാണ് ആദ്യം അനുഭവപ്പെട്ടത്. പക്ഷെ ആ സമയത്ത് ഇടി മുഴങ്ങേണ്ട സാഹചര്യം ഇല്ലാഞ്ഞുകൊണ്ടാണ് പിന്നെ നമ്മൾ ശ്രദ്ധിച്ചപ്പോഴത്തേന് ഒരു ചെറിയ വീട്ടിലകത്തിരുന്നവർക്ക് ഒരു ചെറിയ അനക്കം പോലെ സംഭവിച്ചതായിട്ട് തോന്നി. ചിലർക്ക് കാലേ കൂടെ പെരുപ്പ് കയറുന്ന പോലെ തോന്നി. എന്തായാലും വലിയൊരു ശബ്ദമായിരുന്നു. ഭയങ്കരമായ സൗണ്ട്, ഭൂമി കുലുക്കം തന്നെയാണ് ഉണ്ടാകുകയും പലരും അത് കണ്ട് പേടിക്കുകയും പലരുടെയും കാലും കയ്യും ഒക്കെ തരിപ്പുണ്ടാകുകയും ചെയ്തു. ഈ കഴിഞ്ഞ 1 മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ ഒരു പ്രശ്നം ഈ നെടുങ്കുന്നം പഞ്ചായത്തിലുണ്ടായതാണ്. ശരിക്കും ഭൂമിക്കടിയിൽ നിന്നൊരു ഭയങ്കരമായ കുലുക്കം, കാലിന് വഴി ഒരു തരിപ്പ്, ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു. ആളുകൾ ശരിക്കും ഭയപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണോ ചെയ്യാനുള്ളത് അതുമായി ബന്ധപ്പെട്ട ഒരു പഠനം തന്നെ നടത്തണമെന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. ചിലയിടങ്ങളിൽ ഭൂമി കുലുക്കവും ഉണ്ടായതായി നാട്ടുകാർ പറയുന്നുണ്ട്. ഒരാഴ്ച മുൻപാണ് സമാനമായ അനുഭവം എരുമേലി ചേനപ്പാടിയിൽ ഉണ്ടായത്. ഇവിടെ വിദഗ്ധരെത്തി പരിശോധന നടത്തി മടങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ ഭൂമിക്കടിയിലെ മുഴക്കത്തിന് കാരണമെന്തെന്ന് അന്തിമമായ സ്ഥിരീകരണം വന്നിട്ടില്ല. ന്യൂസ് 18 കോട്ടയം. തിരുവനന്തപുരം വർക്കല താലൂക്ക് ആശുപത്രിയിൽ നഴ്സിംഗ് അസിസ്റ്റന്റിനെയും സെക്യൂരിറ്റി ജീവനക്കാരനെയും മർദ്ദിച്ച പ്രതികൾ പോലീസ് പിടിയിലായി. അയിരൂർ സ്വദേശികളായ മനു, ശ്രീജിത്ത് എന്നിവരാണ് പിടിയിലായത്. യുവാക്കൾക്ക് ചികിത്സ നൽകിയ ശേഷം ഇഞ്ചക്ഷൻ നൽകുന്ന സമയത്തായിരുന്നു നഴ്സിംഗ് അസിസ്റ്റന്റിനോട് തട്ടിക്കയറിയത്. സെക്യൂരിറ്റി ജീവനക്കാരോടും യുവാക്കൾ തട്ടിക്കയറി. ഇവരെ ആശുപത്രിയിൽ നിന്നും പുറത്താക്കുന്നതിനുള്ള ശ്രമത്തിനിടയിൽ ജീവനക്കാർക്ക് മർദ്ദനം ഏൽക്കുകയായിരുന്നു. നഴ്സിംഗ് അസിസ്റ്റന്റ് അജയ്, സെക്യൂരിറ്റി ജീവനക്കാരൻ സാബു എന്നിവർക്കാണ് മർദ്ദനം. പാലക്കാട് ഗോവിന്ദാപുരം RTO ചെക്ക് പോസ്റ്റിലെ വിജിലൻസ് പരിശോധനയിൽ കൈക്കൂലിപ്പണം പിടികൂടി. വിവിധയിടങ്ങളിലായി ചുരുട്ടി ഒളിപ്പിച്ചിരുന്ന 8300 രൂപയാണ് കണ്ടെടുത്തത്. വാഹനത്തിന്റെ ഡ്രൈവർമാരിൽ നിന്നും ഉദ്യോഗസ്ഥർ പണം വാങ്ങുന്നതിന്റെ തെളിവുകളും വിജിലൻസിന് ലഭിച്ചു. പാലക്കാട് വിജിലൻസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് പുലർച്ചെയാണ് പരിശോധന നടത്തിയത്. ഇടുക്കി ചിന്നക്കനാലിലെ അനധികൃത ടെന്റ് ക്യാമ്പുകൾക്കെതിരെ നടപടിയുമായി ഗ്രാമപഞ്ചായത്ത്. 26 ടെന്റ് ഉടമകൾക്ക് നോട്ടീസ് നൽകി. ടെന്റുകൾ മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ നടപടി കടുപ്പിക്കുകയാണ് എന്ന് പഞ്ചായത്ത് വ്യക്തമാക്കി. ചിന്നക്കനാൽ, സൂര്യനെല്ലി മേഖലകളിൽ അനധികൃത ടെന്റുകൾ വ്യാപകമായിരുന്നു. ഇത് സംബന്ധിച്ച് ശാന്തൻപാറ പോലീസ് ഗ്രാമപഞ്ചായത്തിന് കത്തും നൽകിയിരുന്നു. തുടർന്നാണ് നടപടി. ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്നതായാണ് പോലീസിന് ലഭിച്ച വിവരം. വനമേഖലയോട് ചേർന്നുള്ള പ്രദേശത്തെ ക്യാമ്പ് സൈറ്റുകൾ അപകടങ്ങൾക്ക് ഇടയാക്കുമെന്നും ആശങ്കയുണ്ട്. ആനയും കാട്ടുപോത്തുമടക്കമുള്ള വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന തോട്ടമേഖലയിൽ പോലും ടെന്റ് ക്യാമ്പുകളുണ്ട്. ടെന്റുകൾ അനുമതിയില്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്നും നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയതായും പഞ്ചായത്ത് അറിയിച്ചു. നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ടെന്റ് ക്യാമ്പുകൾ പുതിയതായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് ലൈസൻസ് ഒന്നും അങ്ങനെ കൊടുത്തിട്ടല്ല അത് പ്രവർത്തിക്കുന്നത്. അപ്പം നമ്മളതിന് എതിരായിട്ട് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഇനി അവരത് മാറ്റിയില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകും. ടെന്റുകൾ ഉടമകൾ സ്വമേധയാ മാറ്റിയില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. ടെന്റ് ക്യാമ്പുകളിൽ നിന്ന് വൻതോതിൽ മാലിന്യം പൊതുസ്ഥലത്ത് നിക്ഷേപിക്കുന്നതായും പരാതിയുണ്ട്. ന്യൂസ് 18 ചിന്നക്കനാൽ. ഇനിയൊരു ഇടവേള. ആണ്ടിലുള്ള നിയമങ്ങളനുസരിച്ച് ഉള്ള സിസ്റ്റമാണ് അന്ന് പാലിച്ചിരുന്നത്. ഈ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കും മുമ്പുള്ള ന്യൂ ടെസ്റ്റ് എബിനെ നടത്തിയിരുന്നു. അത് അന്നത്തെ നിയമങ്ങൾ പ്രകാരം അത് ആവശ്യമില്ല. അത് ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആയിട്ടാണ് അന്ന് പറഞ്ഞിരുന്നത്. എന്ന് വെച്ചാൽ അതുതന്നെയാണ് പല ഡോക്ടർമാരെ കൊണ്ട് പരിശോധിപ്പിക്കണമെന്ന് നിയമം വെച്ചിരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതനുസരിച്ച് ചെയ്തിരുന്നു.
അങ്ങനെയാണ് അത് അപ്നിയ ടെസ്റ്റിൻ്റെ ആവശ്യം അന്ന് വരാത്തത്. അതുപോലെ തന്നെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റെത്തുന്ന ഒരു രോഗിക്ക് പ്രാഥമികമായി നമ്മൾ LFT ടെസ്റ്റ് നടത്തുമോ? അതാണ് കോടതി ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയം. അതിനെ കുറിച്ച് എനിക്ക് നോക്കണം. ബിക്കോസ് LFT ടെസ്റ്റിൻ്റെ കാര്യം പേഷ്യൻറ്റിൻ്റെ പൊതുവെ എന്തെങ്കിലും വേറെ മാറ്റങ്ങൾ കണ്ടെങ്കിൽ അത് കാണാം. അല്ല അതിനെപ്പറ്റി ഇതിൻ്റെ ഡീറ്റെയിൽസിന് ഫയലിൽ വായിക്കണം. അത് പിന്നെ കോടതിയിലും ഇത് ചോദിക്കാൻ പോകുന്നതാണെങ്കിൽ അത് കോടതി മുൻ നമുക്ക് അവതരിപ്പിക്കാം. നാട്ടുവർത്തമാനം തുടരുന്നു. ഇനി കാർഷിക കേരളം. റബ്ബർ മരങ്ങളുടെ ചുവട്ടിൽ കാപ്പി കൃഷി നടത്തി വിജയം നേടിയ കർഷകനുണ്ട് കൊല്ലം കൊട്ടാരക്കരയിൽ. പറങ്കിമാമുകൾ സ്വദേശിയും പുനലൂർ ലീഗൽ മെട്രോളജി വകുപ്പിലെ ഇൻസ്പെക്ടറുമായ ശ്രീകുമാറാണ് വീട്ടുവളപ്പിലെ കാപ്പി കൃഷിയിലൂടെ നേട്ടം കൊയ്തത്. വീടിന് സമീപത്തെ 1.5 ഏക്കർ കൃഷിഭൂമിയിലാണ് കാപ്പി വിളയിച്ചത്. റബ്ബർ ചുവട്ടിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത കൃഷി 100 മേനി വിജയം നേടി. വയനാടൻ റോബസ്റ്റ ഇനത്തിൽപ്പെട്ട കാപ്പിയാണ് ശ്രീകുമാർ കൃഷി ചെയ്തത്. 2-3 വർഷം മുമ്പ് ഞാൻ റോയിസ് കാപ്പി വയനാട്ടിൽ നിന്നും ഇറക്കുമതി ചെയ്ത ആ കാപ്പി തൈ 2.5 വർഷമായപ്പോൾ തന്നെ കായ്ഫലം തന്നു തുടങ്ങി. ഇപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ തന്നെ പൂർണ്ണമായും എല്ലാ ചെടികളും നല്ലൊരു കായ്ഫലത്തിലേക്ക് പോയിരിക്കുന്നു. അതെന്നെ സംബന്ധിച്ചിടത്തോളം, ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ കൃഷി ഇറക്കുന്ന ആ ഒരു വിളവ് അതിൻ്റെ ഒരു ഫലം തരുമ്പോൾ, ആ ഫലം എടുക്കുമ്പോൾ, അത് കായ്ച്ചു നിൽക്കുമ്പോൾ അത് കാണുന്ന ഒരു സന്തോഷം, മനസ്സിനുണ്ടാകുന്ന ഒരു ആനന്ദം, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, പൈസ കൊടുത്താൽ കിട്ടിയാൽ. ഔദ്യോഗിക തിരക്കുകൾക്കിടയിൽ പുലർച്ചെയും വൈകുന്നേരവുമാണ് കൃഷിക്കായി സമയം കണ്ടെത്തുന്നതെന്ന് ശ്രീകുമാർ പറഞ്ഞു. റബ്ബർ തോട്ടത്തിലെ പാഴ്മരങ്ങളിൽ കുരുമുളകും കൃഷി ചെയ്തു വരുന്നു. കൂടുതൽ കുരുമുളക് ഉൽപാദനം വർദ്ധിച്ചാൽ അത് ഒരു അഡീഷണൽ ഇൻകമാണ്. റബ്ബറിൽ നിന്ന് മാത്രമല്ല, റബ്ബറായി, കാപ്പിയായി, കുരുമുളകായി. അപ്പോൾ ഇത്തരത്തിലേക്ക് കൂടുതൽ ആളുകൾക്ക് ഇത് പ്രചോദനം ഉണ്ടാകുന്ന ഒരു സംരംഭമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാനുള്ളത്. കൃഷി ഇറക്കിയ 500 തൈകളിലും കൈഫലം ലഭിച്ചു. 2.5 അടി താഴ്ചയിൽ കുഴിയെടുത്ത് പച്ചിലകളും മിശ്രിതവും ചേർത്ത് വളമാക്കിയാണ് കാപ്പി കൃഷി ചെയ്തത്. കൂടാതെ വയലിൽ മരച്ചീനിയും പച്ചക്കറിയും വാഴയും ശ്രീകുമാർ കൃഷി ചെയ്തു വരുന്നു. ന്യൂസ് 18 കൊട്ടാരക്കര. ഇടുക്കി രാജകുമാരി ദേവമാതാ പള്ളിയിൽ എത്തുന്നവർക്ക് ഇനി ജെയ്ഡ് വൈൻ മനോഹാരിത ആസ്വദിക്കാം. കടും ചുവപ്പ് നിറത്തിലുള്ള പള്ളിമുറ്റത്ത് പൂത്തുലഞ്ഞു നിൽക്കുന്ന ജെയ്ഡ് വൈന 100 കണക്കിന് ചുവന്ന പൂക്കളാണ് ചെടിയിൽ വിരിഞ്ഞിരിക്കുന്നത്. പർപ്പിൾ, ബ്ലാക്ക്, യെല്ലോ എന്നിങ്ങനെ വിവിധ നിറത്തിലുള്ള ജേഡ് വൈൻ പൂവുകൾ ഉണ്ടെങ്കിലും ഏറ്റവും ആകർഷകം ചുവപ്പ് പൂക്കളാണ്. ഒരു കുലയിൽ 100 കണക്കിന് പുഷ്പങ്ങളാണ് സാധാരണയായി വിരിയുന്നത്. പൂക്കൾ കാണുന്നതിനും ചിത്രം പകർത്തുന്നതിനും നിരവധി ആളുകളാണ് ദേവാലയത്തിലെത്തുന്നത്. പക്ഷികളുടെ ചുണ്ടിനോട് സാദൃശ്യം തോന്നുന്ന തരത്തിലാണ് പൂവിന്റെ രൂപം. നിറത്തിന്റെ വശ്യതയ്ക്കൊപ്പം ആകൃതിയും ജേഡ് വൈന്റെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നു. ന്യൂസ് 18 നെടുങ്കണ്ടം. കോഴിക്കോട് മടവൂരിൽ സാമൂഹ്യ വിരുദ്ധർ കാർഷിക വിളകൾ വെട്ടിനശിപ്പിച്ചു. മടവൂർ പള്ളിത്താഴം സ്വദേശി അബൂബക്കറിന്റെ തെങ്ങ്, കമുക്, മാവ് എന്നിവയാണ് വെട്ടിനശിപ്പിച്ചത്. അക്രമികളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് അബൂബക്കർ കുന്നമംഗലം പോലീസിൽ പരാതി നൽകി. 12 കമുകിൻ തൈ, 6 തെങ്ങിൻ തൈ, 1 മാവ് എന്നിവയാണ് വെട്ടിനശിപ്പിച്ചത്. മടവൂർ ഗ്രാമപഞ്ചായത്ത് മികച്ച കർഷകനായി ആദരിച്ച അബൂബക്കർ 83-ാം വയസ്സിലും തൻ്റെ കൃഷിയിടത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. അബൂബക്കർ കുന്നമംഗലം പോലീസിൽ പരാതി നൽകി. ഇനി ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. ടാരഗൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. ടാരഗൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5460 രൂപ, പവന് 43,680 രൂപ, വെള്ളി ഗ്രാമിന് 80 രൂപ, കിലോയ്ക്ക് 80,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,551 രൂപ. ടാരഗൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. ടാരഗൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നന്ദി.